പ്രാധാന്യമുള്ള ഒരു പ്രദേശമായി മാറും. തികച്ചും കബിനി സീതാമോട്ട് ഒരു കബിനി ആ പ്രദേശങ്ങളിൽ നമുക്ക് പോയാൽ കൃത്യമായിട്ടറിയാം. വറ്റി വരണ്ട മണ്ണിൻ്റെ ലഭ്യത, അതേപോലെ മഴക്കാലത്ത് ഏറ്റവും ചതുപ്പ് സ്ഥിരമായി മണ്ണായി കിടക്കുന്ന പ്രദേശം, ഇങ്ങനെ കാലാവസ്ഥയ്ക്ക് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് ഒരു ദിനമായിട്ടാണ് ലോക ജലദിനം നാം എല്ലാവരും സമുചിതമായിട്ട് ആചരിക്കുന്നത്. ലോകരാജ്യങ്ങളിലെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന 2 ദിനങ്ങളാണ്. ഒന്ന് ലോക പരിസ്ഥിതി ദിനവും, 2 ലോക ജലദിനവും. ഇന്നും നമ്മുടെ കുടിവെള്ളത്തിന് ഇത്രമാത്രം ദൗർലഭ്യം നമുക്ക് അനുഭവപ്പെടും. ഈ ആഘോഷങ്ങള്, ആചരണങ്ങള് അതിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ പോലും എന്തുകൊണ്ട് നാം ഈ ദൗർലഭ്യത്തിൽ നിൽക്കുന്നു ചിന്താവിഷയമാക്കേണ്ട ഒന്നാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് നാം എങ്ങനെ അത് കളയാതെ സൂക്ഷിക്കാവുന്ന ഒരു ചെടിക്കാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ. ജലക്ഷാമം ഉണ്ടോ? ഉണ്ട്. ഇല്ല. ഏതെങ്കിലും ഒന്ന് പറയാം. ഇല്ല. സന്തോഷം. ജലക്ഷാമം ഇല്ല എന്നാൽ സന്തോഷം. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ തലമുറ കടന്നു പോകുമ്പോൾ ഇനിയും തലമുറകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ജലക്ഷാമം ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാതിരിക്കരുത് വേണം. നമുക്ക് കിട്ടിയെല്ലാം സുഭിക്ഷമായി ഉപയോഗിച്ച് നമുക്ക് പറ്റുന്ന പോലെ അതിനെല്ലാം മലീവസമാക്കി നമ്മൾ താന്തോന്നികളായി വെള്ളത്തെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ജലസന്ദേശ യാത്രകൾ ജലദിനങ്ങളെല്ലാം ആചരിക്കുന്നത്. ജയവാൻ സാർ മറ്റ് വേദിയിലിരിക്കുന്ന മുഴുവൻ നമ്മുടെ ജലജീവൻ മിഷന്റെ നേതൃത്വത്തിൽ ലഭ്യമുള്ള കേരളത്തിൽ നമുക്ക് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി